വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്കൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഷീജ. ഷീജ എവിടെ നിന്നാണ്? കൂത്തുപറമ്പ്, കണ്ണൂർ ജില്ല കൂത്തുപറമ്പ്. ഓക്കെ, കണ്ണൂർ കൂത്തുപറമ്പ്. ഓക്കെ, ഷീജയ്ക്ക് ആരുടെ കാര്യം അറിയാനാണ്? മകളുടെ കാര്യം അറിയാൻ. മകളുടെ. ഓക്കെ, മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 12/9/2003. 12/9/2003. മകളുടെ പേര് മേഘ്ന. MEGHN. മേഘ്മ അല്ലേ? മേഘ്മയുടെ ഇനീഷ്യൽ എന്താ? കെ. മേഘ്ന കെ. മേഘ്ന എന്നല്ലേ പറഞ്ഞത്? അതെ, MEGHNA. ഇനീഷ്യൽ കെ. മേഘ്ന കെ. ഓക്കെ, 12/9/2023. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യും. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 8. 3ൻ്റെയും 8ൻ്റെയും ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ ഇതിൽ മേഘ്ന കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ഒരു എനർജിയിൽ വരുന്നതാണ്. അപ്പോൾ പൊതുവെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ലതാണ് പറയേണ്ടത്, അനുകൂലമായിട്ട്. അതേസമയം കരിയറിലേക്ക് ഇറങ്ങുമ്പോഴേക്കും കുറച്ച് സ്ട്രഗിളിങ്, അതാണ് പറയേണ്ടത്. അപ്പോൾ പേരിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടീവാണ് എന്ന് വെച്ചിട്ട് ഏറ്റവും നല്ലത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൽ മാനസിക പ്രയാസങ്ങൾ ഇതിൽ കാണാനുണ്ട്. അതാണ് ആ പേരിൻ്റെ എനർജിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ട് ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് തന്നെ വേണം കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. കാരണം ലൈഫ് പാത്തിൽ 8ൻ്റെ എനർജി ഉണ്ട്, ശനിയുടെ എനർജി ഉണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കണം, കറക്റ്റായിട്ട് പോകണം. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു എനർജി വരും. അതിപ്പം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തല്ല നമുക്ക് മനസ്സിലാവുക. അവർ ലൈഫിലേക്ക് ഇറങ്ങി ലൈഫിൻ്റെ ഒരു പകുതിക്കൊക്കെ വരുമ്പോൾ അവർ ലീഡറായി കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകാനൊക്കെയുള്ള എനർജി അതിൽ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കുന്നത് നന്നായിരിക്കും. മേഘ്ന കെയുടെ ഫുൾ ഫോം എന്താണ്? ഏതാണ്? ഓക്കെ, പിന്നെ അച്ഛൻ്റെ പേര്? ശശീന്ദ്രൻ. അമ്മയുടെ പേരോ? ഷീജ അല്ലേ? അപ്പോൾ പേരിനെ നമുക്കത് മികച്ചതാക്കാൻ നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും വെച്ചിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, ആ പേരിനെ ഒന്നുകൂടി മികച്ചതാക്കുക. പേര് വളരെ ദോഷം എന്നില്ല ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ ഒരു 70% സപ്പോർട്ടീവാണ്. എന്ന് വെച്ചിട്ട് ഇമോഷണലി ആണ് കുറച്ച് അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലതായിട്ട് കാണുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആ പേരിനെ ഒന്ന് മികച്ചതാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ആ പേരിനെ ഒന്നും കൂടി മികച്ചതാക്കണം. ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഇതുപോലെ കാലതാമസം എന്നുള്ളത് അതിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ മാനസിക പ്രയാസം, ഈ 2 കാര്യങ്ങളും ഇതിൽ കാണാനുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ശരിയാക്കണമെങ്കിൽ പേരിനെ മികച്ചതാക്കണം. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? വേറെ എന്തെങ്കിലും? എന്താണ്? ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ഞാൻ എൻ്റെ നമ്പർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെടാം. ഇനി അതല്ല നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന ഇട്ടായാലും ആ പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കുക. അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഇപ്പം മേഘ്ന
ശശീന്ദ്രൻ എന്ന് വെച്ചിട്ടോ ഞാൻ മേഘന ശശി എന്ന് വെച്ചിട്ടോ പിന്നെ അത് നോക്കി ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയില്ല. പിന്നെ എസ് എന്ന് വെച്ച് നോക്കി, ഏത് അതായത് അമ്മയുടെ ശ്രീജ എന്നുള്ളതിൻ്റെ എസ്സും അച്ഛൻ്റെ ശശീന്ദ്രൻ എന്നുള്ളതിൻ്റെ എസ്സും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്തു നോക്കി. പക്ഷെ അത് നമുക്ക് ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെക്കാളും ഒരു മികച്ചത് ആക്കിയിട്ട് ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ യെസ്, ഓക്കെ, ശ്രീജ എന്നും കൂടി വെച്ചിട്ട് ഞാൻ നോക്കാം. ഓക്കെ, അതാണ് അവസ്ഥ. നമുക്കത് നോക്കിയിട്ട് ഇപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ഒരു കുറഞ്ഞ സമയത്തിന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാനുണ്ടോ? ഏറ്റവും മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എപ്പോഴും 5 ആയിരിക്കും കേട്ടോ. 5, 3 തന്നെ ആയിരിക്കും. 5, 3 ആയിരിക്കും. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ 4 തവണ 1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് അവർ ഒരു ദയാലുക്കളാണ്, അനുകമ്പ ഉള്ള ആൾക്കാർ തന്നെയാണ് എന്നാണ് പറയേണ്ടത്. അതുപോലെ അതിൻ്റെ കാര്യം തന്നെയാണ് മറ്റുള്ളവരെ അല്ലേ സഹായിക്കുക എന്നുള്ളതും. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അത് ഒരു മികച്ച എപ്പോഴും 1, 1, 1, 1 4 1 വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു അത്ഭുത സംഖ്യ കൂടിയാണ് അത് എന്നുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്പറിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ചിലപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത അമിത സംസാരമാണ്. അതുകൊണ്ട് ആൾക്കാർ നിങ്ങളെ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതേ സംസാരം അവർ എന്താ പറയുക കുറച്ചും കൂടി നന്നായി സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളെ അട്രാക്റ്റീവായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുപോലെ ഈ ഒരു സംസാരം അവരുടെ പ്രവർത്തന മേഖലയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് മോട്ടിവേഷൻ സ്പീക്കർ, ഇനി അതുപോലെ വലിയ പ്രാസംഗികൻ, രാഷ്ട്രീയത്തിൽ ഇതിലൊക്കെ ഇവർക്ക് സപ്പോർട്ടീവ് ആകും. അതിനെ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആകും എന്നാണ് പറയേണ്ടത്. പിന്നെ ഈ 11, 11 അല്ലെങ്കിൽ അത് 1, 1 4 തവണ 1 റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഇതൊരു ഏഞ്ചൽ നമ്പർ കൂടിയാണ്. കുറേ ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കുന്നു, ഒരു ഏഞ്ചൽ നമ്പറാണ്. നമ്മൾ എവിടെയെങ്കിലും ഈ നമ്പറിനെ 4 തവണ 1 കാണുന്നത് അത് ഭാഗ്യം. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്താണോ മനസ്സിൽ കരുതുന്നത് അതിനെ നമ്മളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു എനർജി ആയിട്ട് പാശ്ചാത്യർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇത് നമ്പർ ബേസിൽ. അപ്പോൾ ഒരാളുടെ ഒരു ഡിജിറ്റൽ ക്ലോക്കിൽ 11, 11 ഒരു സമയം കാണുകയാണ്. അപ്പോൾ ആ 11, 11 ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്ന് പാശ്ചാത്യർ അവർ വെസ്റ്റേൺ ആയിട്ടുള്ള ചിന്താഗതിയിൽ അവർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കാറിൻ്റെ നമ്പർ 1, 1, 1, 4 തവണ 1 കാണുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് കരുതുന്നു അത് നിങ്ങൾക്ക് ആഗ്രഹം സഫലമാകും എന്ന് ആണ് ആ ഒരു വിശ്വാസം. അപ്പോൾ പല ആൾക്കാരും ഈ സമയത്ത് പറയാനുള്ള അഫർമേഷനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ഇതുപോലെ ഈ സമയം ഇത് എവിടെയെങ്കിലും ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അത് നോക്കുക എന്നല്ല, ഇങ്ങനെ ഇപ്പം ഒരാളുടെ വീഡിയോ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ ഇങ്ങനെ വീഡിയോസ് കാണുക, അപ്പോൾ അതിൻ്റെ ലൈക്ക് കാണാം ഇതുപോലെ 1, 1, 1, 1 ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ 1ൻ്റെ റിപ്പീറ്റേഷനായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിൽ കരുതുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് ശരിക്കും പിന്നെ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ന്യൂമറോളജിസ്റ്റും ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുവെന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പാലക്കാട് നിന്ന് ആരാണ് വിളിക്കുന്നത്? ശ്രീഹരി MR. ശ്രീഹരി SREHARI. ശ്രീഹരി MR അല്ലേ? ലെറ്ററിന്റെ MR. ഓക്കെ. സ്ഥിരമായിട്ട് പ്രോഗ്രാം കാണുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ?
ആ കാണുന്നുണ്ട് ആ കാണുന്നുണ്ട്. അല്ല നമുക്ക് കൃത്യമായിട്ട് നമ്മളെ എന്താ പേരൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് വളരെ ഈസി ആയിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 9/9/1998. 1998. ഇതാരാണ്? ശ്രീഹരിയുടെ അമ്മയാണ് ആ അമ്മയാണ്. ശ്രീഹരിയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ആ ഹലോ, കേൾക്കാമോ? ഓക്കെ ഓക്കെ. പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 9. അപ്പോൾ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കരുതേണ്ടത് 9ൻ്റെ റിപ്പീറ്റേഷൻ വരുമ്പോൾ. അപ്പോൾ അതാണ് അതിൽ പറയേണ്ടത്. പിന്നെ പേര് ശ്രീഹരി MR എന്ന് പറയുമ്പോൾ അത് മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് ആയിട്ടേ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ബെസ്റ്റായിട്ടുള്ള പേര് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു ആവറേജ് പേരാണ്, കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും എല്ലാ തരത്തിലും അത് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ദോഷമുണ്ടെന്ന് പറയുന്നില്ല. പിന്നെ വിദ്യാഭ്യാസത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യും. അതാണ് അതിൽ പറയേണ്ടത്. അതും പിന്നെ 3ൻ്റെ എനർജിയിൽ വരുന്ന ഒരു പേരാണ്. ഇന്നെന്താണെന്നറിയില്ല, കൂടുതൽ ആൾക്കാരും 3ൻ്റെ എനർജിയിലുള്ള പേരുമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, മോശമുള്ള കാര്യമല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് പിന്നെ ഈ MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അച്ഛന്റെ അമ്മയുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം. ഓക്കെ ഓക്കെ, അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ പേര് ശ്രീഹരിയുടെ അച്ഛന്റെ പേര് മുരളീധരൻ. മുരളീധരൻ. ഈ പേരിനെ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ശ്രീഹരി മുരളി എന്ന് മാത്രം വെക്കുകയാണെങ്കിൽ ഒരു നല്ല പേരായി. അപ്പം അങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും. ശ്രീഹരി മുരളി, അത് മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റായിട്ടുള്ള പേരാണ്. മുരളീധരൻ എന്ന് വെക്കുമ്പോൾ DH ഉണ്ടോ? മുരളീധരൻ എന്നുള്ളത് DH എന്നുണ്ടോ അല്ല A എന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രീഹരി മുരളീധരൻ എന്ന് മാത്രം ഇടുകയാണെങ്കിൽ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പേരാണ്. ഇനി മുരളി എന്നായാലും കുഴപ്പമില്ല. ആ എനർജി വെച്ച് നോക്കുമ്പോഴേക്കും കൂടുതൽ സപ്പോർട്ടീവ് ആകുന്ന ഒരു ഇത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതായത് ശ്രീഹരി മുരളീധരൻ അല്ലെങ്കിൽ ശ്രീഹരി മുരളി എന്ന് വെച്ച് കഴിഞ്ഞാലും ബെസ്റ്റാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ജോലിയുടെ കാര്യം. ഓക്കെ, ജോലിയുടെ കാര്യം ഞാൻ അതിന് എത്രമാത്രം അനുകൂലമാണ് ഇപ്പോഴത്തെ സമയം എന്നുള്ളത് നോക്കിയിട്ട് പറയാം. എന്താണ് പഠിച്ചത്? ഇതിൽ നല്ല വിദ്യാഭ്യാസം കൂടുതൽ. അതെ അതെ അതെ, വിദ്യാഭ്യാസം ഉയർന്ന തലത്തിൽ തന്നെ പോകാനുള്ള എനർജി, അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. അതിനൊക്കെയുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ഇതിൽ കാണാനുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഇന്നും പഠിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ഇന്നും പിന്നെ ഒരുപാട് പഠിക്കാനുള്ള എനർജി ഇതിലുണ്ട്. ഓക്കെ, അത് രണ്ടും ഞാൻ പറയാം, ജോലിയും കല്യാണവും. ന്യൂമറോളജി പ്രകാരം ഒരു കല്യാണത്തിൻ്റെ സമയം പിന്നെ ഇപ്പോഴും അവന് ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത്. അപ്പോൾ അതിപ്പോൾ പിന്നെ ഇപ്പം 24, 25, 26, 2026 ആ സമയത്താണ് ഇതിൽ സമയം കാണുന്നത്, ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറയേണ്ടത്. പിന്നെ ജോലിയുടെ
കിട്ടിയ ഏത് ഏത് വെയിറ്റിലുള്ള പെൺകുട്ടിയായിരിക്കും അതിന് യോജിച്ച് കിട്ടിയ? അത് മൂന്ന് അതുപോലെ ലൈഫ് പാത്ത് നമ്പർ 3 വരുന്നത് ഏറ്റവും സപ്പോർട്ടീവാണ്. അതുപോലെ ലൈഫ് പാത്ത് നമ്പർ 1 വരുന്നത് നല്ലതാണ്. അതുപോലെ ലൈഫ് പാത്ത് നമ്പർ 5 വരുന്നതും 5ഉം 6ഉം സപ്പോർട്ടീവാണ്. അപ്പോൾ കുറേ നമ്പർ സപ്പോർട്ടീവാണ്. അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് കൂടി അടുത്തത് നോക്കണം. അപ്പോൾ ഒരാളുടെ ലൈഫ് പാത്ത് നമ്പർ മാത്രം നോക്കിയിട്ട് അത് അനുകൂലമാണോ അല്ലയെന്ന് പറയാനില്ല. എങ്കിലും അതൊരു 50% സപ്പോർട്ടീവായിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ ഇപ്പം പറഞ്ഞത് 3 സപ്പോർട്ടീവാണ്, 6, 5 ഇതെല്ലാം അതുപോലെ 1ഉം സപ്പോർട്ടീവാണ്. 9 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ട്. അത് എല്ലാ നമ്പറും കണ്ടു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 9ന് 9 മാച്ച് ആവുന്ന നമ്പറും ആണ്. പക്ഷേ എന്നിരുന്നാലും അതിനകത്തുള്ള നമ്പേഴ്സിന് അനുസരിച്ചിട്ട് അതും പിന്നെ വ്യത്യാസപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പിന്നെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ജോലിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷവും പിന്നെ എന്താണോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോയത് അതുപോലെ തന്നെയാണ് ഈ വർഷവും കാണുന്നത്. അതിൽ സ്പെഷ്യലായിട്ട് ഉള്ളതൊന്നും കാണുന്നില്ല. എന്ത് പ്രകാരമാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു വർഷം തീർച്ചയായിട്ടും നിങ്ങളുടെ മകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജോലി നേടാനും ആഗ്രഹിക്കുന്ന രീതിയിൽ പോകാനുള്ള സമയവും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എനർജി പ്രകാരം അറേഞ്ച്ഡ് മാരേജ് പൊതുവെ ആകാൻ സാധ്യത കുറവാണ്. അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ സംഭവിക്കുള്ളൂ. ഇവരുടെ എനർജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവർ പോകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അറേഞ്ച്ഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ പാലക്കാട് നിന്ന് പിന്നെ ശ്രീഹരിയുടെ അമ്മയാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ പല ആൾക്കാർക്കും ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അമ്മമാരുടെ ക്വസ്റ്റ്യനാണ്. പിന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലാണോ കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലാണോ? പക്ഷേ ഇവരുടെയൊക്കെ എനർജിയിൽ, അതായത് ഇപ്പം പിന്നെ മിസ്റ്റർ ശ്രീഹരിയുടേതൊക്കെ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ മാത്രമേ പോവുള്ളൂ. ഇനി ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പോവുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും പിന്നെ എല്ലാവരുടെയും ലവ് മാരേജിനെ അറേഞ്ച് മാരേജ് ആക്കിയിട്ട് നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ രണ്ടും ആയല്ലോ. അല്ലാതെ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം എന്നുള്ളത് ഇതിപ്പം ന്യൂമറോളജി പരമായിട്ടുള്ളതല്ല, ഒരു ഔട്ട് ഓഫ് ബോക്സ് ആണെങ്കിലും പിന്നെ ഒരു വ്യക്തിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ജീവിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാവർക്കും നിയമം പൊതുവെ എല്ലാവരും അനുസരിച്ചിട്ട് തന്നെ പോകണം. പക്ഷേ മറ്റൊരാളുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടം. നമ്മൾ ഓരോരാളും വ്യത്യസ്തരായിട്ടുള്ള ജീവിതം അല്ലേ അവരാഗ്രഹിക്കുന്ന, അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവരുടെ ജീവിതമാണ് അല്ലേ? അമ്മമാർ അവരുടെ ജീവിതമാണ് ഏറ്റവും മികച്ചതായിട്ട് പോകേണ്ടത്. അതുപോലെ കുട്ടികളാണ് അവർ. പിന്നെ അവർ പ്രായപൂർത്തിയായവർ എല്ലാവരും ഈക്വലാണ്. ഞാൻ വലിയവൻ, നിങ്ങൾ വലിയവൻ എന്നുള്ള അർത്ഥവും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഈക്വലാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്പറിനെ കുറിച്ചിട്ടാണ്. നമ്പർ 1 റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ 4 തവണ റിപ്പീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. 4 തവണ 1 നമ്മൾ കാണുന്നതിൻ്റെ പ്രത്യേകത പറഞ്ഞു. അതൊരു ഏഞ്ചൽ നമ്പറാണ് 4 111 എന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ ആ സമയത്ത് ഒരു അഫർമേഷൻ പോലെ, ഒരു അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംഭവ ലോകത്ത് നടക്കുന്നതായിട്ട് നിങ്ങളത് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അനുകൂലമായിട്ട് വരും എന്നാണ് പിന്നെ പാശ്ചാത്യർ വിശ്വസിക്കുന്നത്. ന്യൂമറോളജിസ്റ്റുകളും വിശ്വസിക്കുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കണോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി 3 തവണ 1 റിപ്പീറ്റഡ് ആയിട്ട് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം 10-ാം തീയതി ജനിച്ചു, പിന്നെ 1-ാം മാസം അതായത് ജനുവരിയിലാണ് ജനിച്ചത്, അപ്പോൾ 1 ആയി. അപ്പോൾ 1900 പറയുമ്പോൾ ആദ്യത്തെ 1 വന്നു, അപ്പോൾ 3 തവണയായി. അപ്പോൾ അങ്ങനെ 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള ഒരു നല്ല കഴിവുണ്ട്. ആരെയും സംസാരിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തെ അവരെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് സംസാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അല്ലേ, ആശയ കൈമാറ്റം കൃത്യമാവും. ആ ഒരു എനർജി ഇവർക്ക് ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥ.
അത് എന്താ പറയുക, രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യമാണ് ശരി എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരവസ്ഥ. ആ ഒരു എനർജി ഈ 3 തവണ 1 ഒരാളുടെ ഡേറ്റിൽ വരികയാണെങ്കിൽ ഉള്ളൊരു ഗുണമാണ്. പിന്നെ ഏത് വിഷയത്തെക്കുറിച്ചിട്ടും അവർ സംസാരിക്കും. അതെങ്ങനെയാണെന്ന് അവരോട് തന്നെ ചോദിക്കണം. ഏത് വിഷയത്തെക്കുറിച്ചിട്ടും അവർക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും ഒരു പരന്ന വിജ്ഞാനം വേണം അല്ലേ എല്ലാറ്റിനും. അതുപോലെ തന്നെ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണം, എല്ലാറ്റിനും ഒരു സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം, പഠിക്കാനുള്ള ശ്രമം വേണം. അങ്ങനെയുള്ളവർക്ക് ഏത് വിഷയത്തിനെ കുറിച്ചിട്ടും സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ ഇവർക്ക് പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അല്ലെങ്കിൽ ഒരു വിഷമഘട്ടത്തിൽ ഒരു തീരുമാനം എടുക്കാനൊക്കെ ഇവർക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു എനർജി ആണ് ഈ 3 തവണ ഒരാളുടെ ജീവിതത്തിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 3 തവണ ഒന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സപ്പോർട്ടീവാണ്. അതുകൂടാതെ ഈ 3 നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് മാത്രമല്ല, അവരുടെ ലൈഫ് പാത്ത് നമ്പർ 1 വന്നു കഴിഞ്ഞാലും അതും ഇതിൻ്റെ കൂടെ കൂട്ടും. അതായത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ പറഞ്ഞ് എല്ലാ നമ്പർ കൂട്ടുമ്പോൾ അവസാനം ഒരു 28ാം നമ്പറാണ് കിട്ടുന്നത് കരുതുക. എല്ലാ നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ മാസം, ദിവസം, വർഷം കൂട്ടിക്കഴിഞ്ഞാൽ 28. അപ്പോൾ 2 + 8 10, 10 പറഞ്ഞാൽ 1 + 0 1. അപ്പോൾ ആ ഒരു ഒന്നും കൂടി ഉണ്ട്, അത് മിസ്സാവരുത്. അതുകൂടി നോക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് 1ൻ്റെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ചിട്ടും 1 എത്ര പ്രാവശ്യം വരുന്നത് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പം 3 തവണ റിപ്പീറ്റ് ആയതുവരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇനി 2 തവണ, 1 തവണ, ഇനി 1 എന്ന നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇല്ലെങ്കിൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അത് തുടർന്നുള്ള നമ്മുടെ എപ്പിസോഡുകളിൽ പറയാം. അതുപോലെ 1 മാത്രമല്ല കേട്ടോ, 2ൻ്റെ റിപ്പീറ്റേഷൻ, 2 നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇല്ലെങ്കിൽ അതുപോലെ 3ൻ്റെ റിപ്പീറ്റേഷൻ, 3 എത്ര തവണയാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം തീർച്ചയായിട്ടും. എന്തായാലും ഇന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം: 80 86 89 70 30. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.